അസ്സലാമു അലൈക്കും. ഞാൻ അക്ബർ മാണൂർ. ഇന്നും ഞാൻ ഓൺ വോയിസ് ആയിട്ട് വരാൻ കാരണം സുഡാൻ തന്നെയാണ്. കാരണം മനസ്സ് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ നമ്മളുടെയിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ അവസരം നിഷേധിക്കുകയോ അങ്ങനെയുള്ള വിഷമമൊന്നും നമുക്കില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ എങ്കിലും നമ്മൾ ആ രാജ്യത്തുള്ള പാവപ്പെട്ടവരെ കൊന്നൊടുക്കുകയാണ്. അത് എന്ത് മതത്തിൻ്റെ പേരിൽ, ഏത് മതത്തിൻ്റെ ഒന്നുമല്ല, അത് അവിടുത്തെ അധികാരമോഹികൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കൊന്നൊടുക്കലാണ്. അതിനൊരു മതത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് മതത്തിൻ്റെ വക്താക്കളാണെങ്കിലും ഒരിക്കലും ഒരു മതവും അതിനെ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം അതിന് കടുത്ത എതിർപ്പ് മാത്രമാണ് ഇസ്ലാമിന് അവരെ പ്രവർത്തനത്തിനോടുള്ളത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് അവരെ പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അവരങ്ങനെ ജയിലിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് സീൻ കണ്ടപ്പോൾ മനസ്സ് വല്ലാത്തൊരു വേദന. അതുകൊണ്ട് ഇത് വോയിസ് ഇട്ടതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ വേറെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും ദുആയിലും സുഡാൻ ഉണ്ടാവണം. നമ്മൾ ഫലസ്തീനു വേണ്ടി ദുആ ചെയ്തു, ഇനിയും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. കാരണം വിഷമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. നമ്മൾ മറ്റുള്ളവർക്ക് ദുആ ചെയ്യുമ്പോൾ നമ്മൾക്ക് ദുആ ചെയ്യാൻ അല്ലാഹു തആല വേറെ ആളുകളെ അല്ലാഹു തആല നമുക്ക് വേണ്ടി റെഡിയാക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടം വരില്ല. റബ്ബിന് മുമ്പിലുള്ള ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. അവരെ വിഷമം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ്. കാരണം നമ്മൾ എന്ത് സന്തോഷിച്ചാലും എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് മനസ്സിൽ നിന്ന് ശരിക്കും ഇറങ്ങി അത് നമുക്ക് ഇറങ്ങിപ്പോകുമ്പോഴുള്ള വിഷമം. കാരണം അവരെ കണ്ണീര്, മനുഷ്യരല്ലേ, അള്ളാഹുവിൻ്റെ അടിമകളല്ലേ, അള്ളാഹുവിൻ്റെ അടിമകളായ ആ കറുത്തതോ വെളുത്തതോ അല്ല, ശരീരത്തിൻ്റെ വെളുപ്പൊന്നുമല്ല, അള്ളാഹിൻ്റെ ഇതിൽ കാഴ്ചയിൽ അവരായിരിക്കും ഏറ്റവും നമ്മളെക്കാളും പരിശുദ്ധരും നല്ല വ്യക്തികളും. കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷണം അവർക്ക് വന്നപ്പോൾ അവർ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ കറുത്തവരായതുകൊണ്ട് അവർ തരം താഴ്ന്നവരാന്ന്? നമ്മളെക്കാൾ ഉന്നത പദവിയിൽ നിൽക്കുന്നവരായിരിക്കും. അള്ളാഹു അവർക്ക് അതിനുള്ള പദവിയും കൊടുക്കും. കാരണം അത്ര കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനും ഇവിടെ വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ പൈസൻ്റെയോ നിറത്തിൻ്റെയോ ഇതിൽ അള്ളാഹു തആല ഒരു മനുഷ്യർക്കും പദവി കൊടുത്തില്ല. അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം അവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിലല്ലാതെ ഒരു മനുഷ്യർക്ക് പ്രത്യേകിച്ചൊരു പദവി കൊടുത്തിട്ടില്ല. അള്ളാഹുവുമായിട്ട് എങ്ങനെ അടുക്കുന്നോ അതിനനുസരിച്ചാണ് പദവി അള്ളാഹു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ദുനിയാവിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ദുനിയാ ചീഫ എന്ന് പറയാൻ കാരണം. ദുനിയാവ് ശവമാണ് മക്കളെ, ഒത്താലിബുഹ കിലാബ്, അതിൻ്റെ പിന്നാലെ ഓടുന്ന നായ്ക്കളാവരുതെന്ന് നമ്മളോട് പറയാൻ കാരണം ദുനിയാവിന് അള്ളാഹു ഒരു വിലയും കൊടുത്തില്ല. ദുനിയാ മസ്റത്തുൽ ആഖിറ, ചില ദുനിയാവ് നമ്മളെ കൃഷിയിടാണ്, എവിടേക്കുള്ള ആഖിറത്തേക്കുള്ള. അത് ആ കൃഷി നമ്മൾ ഇവിടുന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്താൽ ആഖിറത്തിൽ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതൊക്കെ നമ്മളെ നിസ്കാരമായാലും നോമ്പായാലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം ആണെങ്കിലും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇരിക്കുന്നുണ്ട്. ആരും വലിയ ഇതായിട്ടില്ല, പക്ഷേ കാണുമ്പോൾ വിഷമമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഇങ്ങനെ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളും പാവപ്പെട്ട ജനങ്ങൾ ഏതൊക്കെ രാജ്യത്ത് കൊന്നൊടുക്കുന്നുണ്ടോ, ഏതൊക്കെ ഇതുണ്ടോ, അവർക്കൊക്കെ അള്ളാഹു സമാധാനം സംരക്ഷണം നൽകട്ടെ. അവർക്കൊക്കെ അള്ളാഹു സംരക്ഷണം പൂർണ്ണമായി നൽകട്ടെ. അവർക്ക് ഭക്ഷണം വസ്ത്രം അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മളൊക്കെ എന്ത് പ്രവർത്തനമായി ഒരാളെ കുറ്റം പറയാതെ, ഒരാളെ മോശം കണ്ടെത്താതെ, ഒരാളെ മോശമാക്കാതെ നമ്മൾ ജീവിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട് നിന്നാലും ഒരാളെപ്പറ്റി മോശമാക്കിയാലോ ഒരാളെപ്പറ്റി ഈബത്ത് പറഞ്ഞാലോ ദുനിയ അള്ളാഹു തആല പറഞ്ഞത് സീന, ഒരുത്തൻ വ്യഭിചരിച്ചാൽ പോലും എന്തില്ല അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഈബത്തു അശദ്ദു മിന സീന, വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുത്ത തെറ്റാണ് ഈബത്ത് പറയൽ. ഏത് തെറ്റ് അള്ളാഹ് പുറത്താലും ഒരാളെ പറ്റി നമ്മൾ മോശമാക്കി പറയുക, ഒരാളെ ഈബത്ത് പറയുകയൊക്കെ ചെയ്താൽ അവനോട് പൊരുത്തപ്പെടിപ്പിച്ചല്ലാതെ അള്ളാഹു പൊരുത്തപ്പെട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും ഏത് മീഡിയ ഉപയോഗിച്ചാലും നമ്മൾ നന്നായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ പാവപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്നവർക്കൊരു ദുആ ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്താൽ അള്ളാഹു നമ്മൾ സംരക്ഷിക്കും, 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ദുആയിൽ അവരെ ഉൾപ്പെടുത്തണമെന്ന് ഒരു വിനീതൻ എന്ന നിലക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും വലിയ ആൾ ഒരിക്കലും അല്ല, പറയാനോ ഒന്നിനും യോഗ്യനല്ല ഞാൻ. പക്ഷേ അവരെ വിഷമം കണ്ടപ്പോൾ ആ സങ്കടം നിങ്ങളോടും കൂടി ഷെയർ ചെയ്താണ്. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ അവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും.